എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് കല്ലുകൾ നബി തങ്ങളെ സ്നേഹിച്ചിരുന്നു. സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായ അഭിവാദ്യമായ സലാം പറഞ്ഞിരുന്നു. ഇങ്ങനെ കല്ലുകൾ പറയും. കല്ലുകൾക്ക് തിരിച്ചറിവുണ്ട്. കല്ലുകൾ അല്ലാഹുവിനെ ഭയപ്പെടാറുണ്ട്. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന കല്ലുകളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഉഹദ് എന്ന പർവ്വതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി നിന്ന് പ്രകമ്പനം കൊണ്ടു. സന്തോഷം കൊണ്ട് പ്രകമ്പനം കൊണ്ടപ്പോൾ നബി തങ്ങൾ ഉഹദിനെ കുറിച്ച് എന്ന പർവ്വതം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട്. ആ നിലക്കാണ് മലകളുടെ സ്നേഹം. അതേ, അവരുടെ തിരിച്ചറിവ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ജഅഫർ തങ്ങൾക്ക് ദാഹിച്ചവശരായി. ജഅഫർ തങ്ങളോട് ചോദിച്ചു, ഓ ജഅഫറേ, ദാഹിക്കുന്നുണ്ടോ? അവിടുന്ന് പറഞ്ഞു, ഉണ്ടല്ലോ. എങ്കിൽ ആ മലയോട് പോയി ചോദിക്കുക. നബി തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് മലയോട് ചോദിച്ചാൽ വെള്ളം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് മഹാനരായ സയ്യിദുനാ ജഅഫർ ബിൻ അബീ ത്വാലിബ് എങ്കിൽ, സഹാബത്തെ കിറാമെങ്കിൽ. ആ ജഅഫർ ബിൻ അബീ ത്വാലിബ് തങ്ങൾ മലയോട് ചോദിക്കാൻ വേണ്ടി പോയി. സലാം പറഞ്ഞു. മല ചോദിച്ചു, എന്തിനാണ് നീ വന്നത്? അവിടുന്ന് പറയുന്നു, മറ്റൊന്നുമല്ല, എനിക്ക് ദാഹിക്കുന്നുണ്ട്, എന്നെ ഹബീബ് പറഞ്ഞയച്ചതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞയച്ചതാണ്, വെള്ളത്തിന് വേണ്ടി പറഞ്ഞയച്ചു. നീ ഒരു മലയല്ലേ, നിന്റെ ഉള്ളിൽ അന്തർഭാഗത്ത് ജലസമൃദ്ധി ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ഉറവായോ മറ്റോ കുറച്ച് വെള്ളം ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോ ഈ മല പറയുന്നു, ഓ അല്ലാഹുവിന്റെ ദൂതര് പറഞ്ഞയച്ച വ്യക്തി, സഹോദരാ, ഒരു കാലത്ത് ജലം കൊണ്ട് സമൃദ്ധമായിരുന്ന ഈ ഞാൻ ഇനി ഇപ്പോൾ വെള്ളമില്ലാത്ത ഒരു പാവപ്പെട്ട വറ്റിയുണങ്ങിയ മലയാണ്. എന്തേ കാരണം? ഖുർആനിൽ ഒരായത്തിറങ്ങിയ വിവരമറിഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തിന്റെ ദേഹങ്ങളെയും നരകത്തീയെ തൊട്ട് കാക്കണം. നരകത്തിൽ കത്തിക്കുന്നത് വലിയ പാറകളാണ്, കല്ലുകളാണ്. ഭൗതിക ലോകത്തെ തീയിൽ ഒരു ചെറിയ കല്ലിട്ടാലും അത് കരിഞ്ഞു പോവാറില്ല, ചൂടായി നിൽക്കുക എന്നുള്ളതല്ലാതെ കത്തിച്ചാമ്പലാവാറില്ല. എന്നാൽ നരകത്തിന്റെ തീയിന്റെ കാഠിന്യം കൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, കല്ലുകൾ പോലും കത്തിച്ചാമ്പലാകുമെങ്കിൽ ഈ പാറ പറയുന്നു, ആ ആയത്തിറങ്ങിയത് മുതൽ എനിക്ക് സമാധാനമില്ല. നരകത്തിൽ കത്തിക്കപ്പെടുന്ന പാവപ്പെട്ട പാറക്കഷ്ണത്തിന്റെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ടവനും അകപ്പെട്ടാൽ അപജയത്തിന്റെ ആഴിയിലേക്ക് ആണ്ടിറങ്ങുന്ന മനുഷ്യ മക്കളുടെ കൂടെ ഞാനും വരുമല്ലോ. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് എന്റെ ഉള്ളിലുള്ള വെള്ളം വറ്റിപ്പോയി ജഅഫറേ എന്ന് മല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മലകൾക്ക് തിരിച്ചറിവുണ്ട്. ഇനി നോക്കൂ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് വൃക്ഷലതാദികൾ, അതേ ഭൂമിയിൽ ഒരുപാട് മരങ്ങളില്ല, വൃക്ഷങ്ങളില്ല, വള്ളികളില്ല, ചെടികളില്ല. അവയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമാണ്. നിങ്ങൾ ആലോചിച്ചു, ഇവിടെയുള്ള കൃഷിക്ക് വേണ്ടി ശബ്ദിച്ച, മരങ്ങൾക്ക് വേണ്ടി, വൃക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച മറ്റൊരു നേതാവിനെ കാണാൻ കഴിയില്ല. ഇവിടെ ഏത് ഗവൺമെന്റ് വന്നാലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ചോപ്പൻ ഔ പച്ചൻ, ഇടതൻ ഔ വലതൻ, ആരാണെങ്കിലും ശരി, ഇവിടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച പോലെ പ്രോത്സാഹിപ്പിച്ച ഒരു നേതാവില്ല.
നിങ്ങൾ കൃഷി ചെയ്യൂ, നിങ്ങൾക്ക് ഖബറിൽ അത് തുണയാണ് എന്ന് പഠിപ്പിച്ച പ്രപഞ്ചത്തിലെ ഏക തിയോളജിക്കൽ തിയറി മഹിതമായ ഇസ്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കുള്ള വീട്ടുവളപ്പ് അത് എത്ര ചെറുതാവട്ടെ, 5 സെന്റ് ആവട്ടെ, 4 സെന്റ് ആവട്ടെ, 3 സെന്റ് ആവട്ടെ, അതിൽ ഒരു പേരയ്ക്കയുടെ, ഒരു മൂച്ചിയുടെ ഫലം കായ്ക്കുന്ന ഒരു ചെടി നട്ടുപിടിപ്പിച്ചു വളർത്തിയാൽ അതിൽ നിന്ന് കാക്കകൾ കൊത്തിക്കഴിച്ചാലും അണ്ണാറക്കണ്ണൻ കൊത്തിക്കഴിച്ചാലും സ്കൂൾ കുട്ടികൾ തക്കം നോക്കി കയറി കഴിച്ചാലും ഈ ഖബർ കിടക്കുന്ന ആൾക്കത് ഒരു വരുമാനമാണ്. അവനവന്റെ വീടിന്റെ മുറ്റം അത് കോൺക്രീറ്റ് ഇടാനുള്ളതല്ല. ഇത് പറയുമ്പോഴും എന്റെ വീടിന്റെ മുറ്റം ഒരു ഭാഗം കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി പോയണം, അത് ഇറങ്ങി നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലൂടെയും സൂറത്തുൻ നഹ്ലിലൂടെയും പഠിപ്പിക്കുന്നുണ്ട്. മഴവെള്ളം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അത് പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞ ആയത്ത് ഖുർആനിലുണ്ട്. ആ മഴവെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ നാം സമ്മതിക്കാറുണ്ടോ? ഖുർആനിന് വ്യക്തമായ കാഴ്ചപ്പാട് ആ വിഷയത്തിലുണ്ട്. ഏത് മേഖലയിലുമുണ്ട്. ഇന്ന് നെല്ല് വിതയ്ക്കുന്നത് വളരെ കുറവാ. പണ്ടൊക്കെ സ്കൂളിലേക്കൊക്കെ പോയിരുന്ന കാലത്ത് കൃഷിപ്പാടത്തൊക്കെ ഒരുപാട് നെല്ലുണ്ടായിരുന്നു. ഇപ്പൊ പറയണു അത് മുതലാവൂല. അപ്പോൾ കൃഷി ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സ്ഥലം, നിങ്ങൾ കൃഷി ചെയ്യുന്നില്ലേ, ആരാനും വിട്ടുകൊടുക്കും. പഴയ കാലത്ത് അങ്ങനെ ആരാനും വിട്ടുകൊടുത്തപ്പോ ഒരു വെയിലിട്ടിട്ട് അത് ഓലതാക്കി. അങ്ങനെ പല വിഷയങ്ങളും പല കാര്യങ്ങളൊക്കെ പഴയ കാലത്ത് നടന്നിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇവിടെയുള്ള വൃക്ഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിച്ചിരുന്നു. ജാഅത് ലീദഅതിഹിൽ അശ്ജാറു സാദിദതൻ തംശി ഇലൈഹി വലാ സാഖിം ബിലാ ഖദമി മൗലായ സല്ലി. എനിക്കൊരു വെള്ളം കൂടിയായി, ഇങ്ങനൊരു സലാത്തു ആയി. ഞാൻ നടക്കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരങ്ങളെ സ്നേഹിച്ചിരുന്നു, മൃഗങ്ങളെ സ്നേഹിച്ചിരുന്നു, മരങ്ങൾക്ക് കാരുണ്യമായിരുന്നു. നബി തങ്ങൾ വിളിച്ചാൽ വന്നിരുന്നു. എന്തേ കാരണം? കാരുണ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ ഓതിക്കൊണ്ടിരുന്ന ഉണങ്ങിയ ഈ തപ്പന മരം പുതിയ മിമ്പറിലേക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ, മാറിയപ്പോൾ പഴയ മരക്കഷ്ണം കരഞ്ഞതില്ലേ ബുഖാരിയിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 82ഓളം സഹാബികളും ഒരു മരത്തിന്റെ ചുവട്ടിൽ കരാറിൽ ഏർപ്പെട്ടു. അഥവാ സുവിശേഷം അവിടുന്ന് സ്വർഗം കൊണ്ട് നൽകി. വിശ്വാസം കളങ്കമുക്തമാക്കുകയും ആരാധന രംഗത്ത് ശുഷ്കാന്തി കാണിക്കുകയും ആദർശ രംഗത്ത് കണിശത കാണിക്കുകയും ആശയ രംഗത്ത് ഭദ്രത കാണിക്കുകയും ചെയ്ത് എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, അരാജകത്വത്തിൽ നിന്ന് എല്ലാ നിലക്കും മുക്തമായി പ്രപഞ്ചനാഥന്റെ സംതൃപ്തിയും പ്രവാചകരുടെ പൊരുത്തവും കാംക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് സ്വർഗമാണെന്ന് 82ഓളം ആളുകളുടെ കൈപിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കരാർ ചെയ്ത കരാറാണ് അഖബത്തുർ റിളവാൻ എന്ന് പറയുന്ന, ബൈഅത്തുർ റിളവാൻ എന്ന് പറയുന്ന കരാർ. അതൊരു വലിയ മരത്തിന്റെ ചുവട്ടിലായിരുന്നു നടത്തിയിരുന്നത്. അവസാനത്തെ സഹാബിയായ സയ്യിദുനാ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വന്ന് നബി തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് കരാറിൽ ഏർപ്പെട്ടു. അതിനുശേഷം അവിടുന്ന് ചോദിച്ചു, നബിയേ, ഈ കരാർ ഞാൻ ശിരസാ വഹിച്ചാൽ എനിക്ക് എന്താണ് നേട്ടം എന്ന് പറഞ്ഞപ്പോ, അനളമീനുൽ ലകലിൽ ജന്ന, നിനക്ക് ഞാൻ സ്വർഗം കൊണ്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുവെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ആ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ച് കരാറിലൊക്കെ കഴിഞ്ഞു നിൽക്കുമ്പോ മരത്തിന്റെ മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുന്നു. ആരും കയറി മൂത്രമൊഴിച്ചതല്ല, വെള്ളം ഇറ്റി വീണതല്ല, മഴ പെയ്തതിന്റെ പേരിൽ.
അല്ലേ? മഴ പെയ്താല് നമ്മൾ ചിലപ്പോ മൂച്ചിന്റെ ഒട്ടുക്കോ പ്ലാവിന്റെ ഒട്ടുക്കോ ഒക്കെ ഓടിപ്പോയി നിൽക്കുക. അപ്പൊ കാണാം വലിയ തുള്ളി ഇങ്ങനെ വീഴും. പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതാ പണ്ട് കുറുക്കം പറഞ്ഞത്, മഴയത്ത് ഇങ്ങനെ ഓടിയ സമയത്ത് ഒരു മരം കണ്ടപ്പോ അതിന്റെ ചോട്ടിക്ക് നിന്നു. അപ്പൊ വെള്ളം ഒറ്റയപ്പോ കുറുക്കം പറഞ്ഞു, ഇത്രേ ഈ കൊണ്ടോല കൊള്ളുന്നേക്കാളും നല്ലത് നേരിട്ട് കൊള്ളുക എന്ന് പറഞ്ഞിട്ട് പിന്നെയും വണ്ടി കയറണം. കാരണം ഈ മഴ ഇങ്ങനെ കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ വലിയ വലിയ തുള്ളിയായിട്ടാ വരുന്നത് അല്ലേ? ബൈക്കുമൊക്കെ പോകുമ്പോ ഇതിന്റെ ഒക്കെ ചോട്ട് കൂടെ പോകുമ്പോ ആണ് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അടിക്കുന്നു. അങ്ങനെ അടിച്ച് ചില ആൾക്കാർക്കൊക്കെ നിസ്കാരത്തായ്മ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മരം എന്താണ് വെള്ളം മുതിർത്തത്? മഴ പെയ്തതല്ല, ആരും കയറി മൂത്രമൊഴിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ? ആ മരം കരയുകയാണ് നബിയേ. 82ഓളം സഹാബത്തിന്റെയും അങ്ങയുടെയും സഹവാസം കൊണ്ട് സായോജ്യമടഞ്ഞ് സംതൃപ്തിയിലായിരിക്കെ ഞാനൊരു കാര്യം ചിന്തിച്ചു പോയി. ഇതുവരെ ഞാൻ സന്തോഷത്തിലാണ്. ഈ ഭൗതിക ലോകത്തെ ഈ ചുരുങ്ങിയ സമയമല്ലേ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഇത് ലിമിറ്റഡ് ഡ്യൂറേഷനാണ്, ചുരുങ്ങിയ കാലയളവാണെങ്കിൽ അങ്ങ് ശാശ്വതമായ സ്വർഗലോകത്ത് മെച്ചമായി ജീവിക്കാൻ, നശ്വരമായ ഭൗതിക ലോകത്ത് ഈ തുച്ഛമായ ജീവിതത്തിൽ ഇവർക്ക് അവസരം കൊടുത്തില്ല നബിയേ. ആ അവസരം കൊടുത്ത എന്നെ സംബന്ധിച്ചിടത്തോളം, സാക്ഷിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങയോടൊത്ത് സ്വർഗത്തിൽ കിടക്കാൻ പൂതിയുണ്ട് നബിയേ. അതുകൊണ്ടാണ് ഞാൻ അടക്കി പിടിക്കാൻ കഴിയാത്ത ദുഃഖം കൊണ്ട് കരഞ്ഞു പോയതെന്ന് പറഞ്ഞപ്പോ, അന്തിമഈ ഫിൽ ജന്ന, നീ എന്നോട് കൂടെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഇത് ചരിത്രത്തിലുണ്ട്, കിതാബുകളിലുണ്ട്, ഗ്രന്ഥങ്ങളിലുണ്ട്. അഥവാ ഇവിടെയുള്ള മരങ്ങൾ നബിയെ സ്നേഹിക്കുന്നുണ്ട്. ഇനി എടുത്തോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെയുള്ള മൃഗങ്ങൾ നബി തങ്ങളെ സ്നേഹിച്ചിരുന്നു. കാരണം മൃഗങ്ങൾക്ക് അവിടുന്ന് കാരുണ്യമല്ലേ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന ദർശനങ്ങളിൽ പല വിഷയങ്ങളും പഠിപ്പിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൃഗത്തെ, പശുവിനെ, ആട്ടിനെ, ഒട്ടകത്തെ പാൽ ചുരത്തുമ്പോൾ, പാൽ കറക്കുമ്പോൾ നഖം വെട്ടണം, ആ മൃഗത്തിന് വേദനിക്കും എന്ന് പഠിപ്പിച്ചതാരാ? ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം ഇവിടെയുള്ള ജന്തുക്കൾക്ക് നബി തങ്ങൾ കാരുണ്യമാ. അതുകൊണ്ടല്ലേ മൃഗങ്ങൾ നബി തങ്ങളെ കാണാറുണ്ടായിരുന്നു. അത് ഓടി ഒളിക്കാറില്ല. ഒരു ദിവസം ഒരു സഹാബി എന്തോ ഒരു അജ്ഞാത ജീവിയെ കൊണ്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് കെണിയിൽ വെച്ച് കിട്ടിയതുമായി വന്നു. അതിന്റെ സ്വഭാവമൊക്കെ ഹദീസിൽ വായിക്കുമ്പോ ഒരു കീരി എന്നാണ് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ളൊരു ജീവിയുമായി, മനുഷ്യരോട് ഇണങ്ങാത്ത ഒരു ജീവി, ആ ജീവിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്താണ്? ഉടനെ പറഞ്ഞു, കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു ജീവിയാണ്. എന്തിനാ അതിനെ വെറുതെ കഷ്ടപ്പെടുത്തുന്നത്? ഈ നാട്ടിൽ അപൂർവമായി വന്ന വിരുന്നുകാരനായിരിക്കാം, എന്തിന് കഷ്ടപ്പെടുത്തുന്നു? അഴിച്ചു വിടൂ എന്ന് പറഞ്ഞു. അതങ്ങ് അഴിച്ചു വിട്ടപ്പോ ഹബീബിന്റെ മടിയിലിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതുക്കെ താഴെ വെച്ചു. നബി തങ്ങളുടെ കസേരയുടെ ചുറ്റുഭാഗത്തിരിക്കുന്നു. അത് പോവാൻ കൂട്ടാക്കുന്നില്ല. മിൻഹുദ്ദവാബു ഫലം തഖറുബ് വമാ വഖഅത് ദുബാബതും ബിജിസ്മിൽ ഹസനി ദുബാബതുൻ അബദൻ ഫി ജിസ്മിൽ ഹസനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ അവിടുന്ന് ഈച്ച ഇരിക്കാറില്ല.
പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അതുപോലെ നബി തങ്ങളെ കണ്ടാൽ മൃഗങ്ങൾ ഓടി ഒളിക്കാറില്ല. നമ്മളൊക്കെ കാണുമ്പോ പഴയ കാലത്ത് നമ്മളെ നാട്ടും പുറത്തുകൂടെ ഒരു ലോറി കണ്ടാല് ഇതെന്ത് സാധനാന്ന് കരുതി നമ്മളെ പൈക്കളൊക്കെ ഓടാറുണ്ട്. ഇപ്പൊ മൂട്ട് പോയി കുത്തിയാലും നമ്മൾ സീഡാക്കാന്നല്ലാതെ മുൽക്കൊരു കൂട്ടമല്ല. അത് ശീലമായി പോയി. ചിലപ്പം കണ്ടത് ചില ശീലങ്ങള്. ഇറച്ചിക്കാരെ വീട്ടിൽ കെട്ടിച്ചൊരു പെണ്ണ് രണ്ടാമത്തെ ദിവസം പോയിട്ട് അവിടെ ഭയങ്കര സ്മെല്ലാണെന്ന് തന്നെ കംപ്ലൈന്റ് പറഞ്ഞു. പിന്നെ 2 മാസം കഴിഞ്ഞ് പോയിട്ട് പറഞ്ഞു ഇപ്പൊ മണമൊന്നുമില്ല, സ്മെല്ലൊന്നുമില്ല. സംഭവം ഉണ്ട്, ശീലായതാണ്. അത് സ്വാഭാവികമാണ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചില ശീലങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മളെ മൃഗങ്ങളൊന്നും ഓടുന്നില്ല. എന്നാലും ഇണങ്ങല് കുറവാണ്. പക്ഷെ നായ ഇണങ്ങാറുണ്ട്, ആടുകളൊക്കെ ഇണങ്ങാറുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടി പരിഗണനയൊക്കെ ചെയ്യും. ഇണങ്ങാത്ത ജീവികൾ ഇപ്പൊ ഒരു കീരി നമ്മളെ കണ്ടു നിൽക്കും, നോട്ടങ്ങൾ നോക്കും, ഏതാ ചങ്ങായി നട്ടോട്ട അല്ലേ? അങ്ങനെയാണ്. കുളക്കോഴി നമ്മൾ കാണാറുണ്ട്. നമ്മളെ കയ്യിലിരിപ്പ് ശരിയില്ലാത്തത് കൊണ്ട് അതും പണ്ട്. അങ്ങനെയാണ് ഭൗതിക ലോകത്തുള്ള ഇണങ്ങാത്ത ജീവികളെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോൾ മൃഗങ്ങൾ ഓടാറില്ല. അതാ പറഞ്ഞത് വാ ആതാ കൽ ഔദു യബ്കി വതറല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി عندك